ഈ രാവിലെ വെടിനിർത്തൽ പ്രഖ്യാപനമൊക്കെ ഉണ്ടായി. ഒപ്പം ഈ അമേരിക്കയും ഇറാനും ഇവർ രണ്ടുപേരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനത്തിലേക്ക് വന്നപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇനി ആക്രമണം ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. മാത്രമല്ല അന്ന് രാവിലെ ഈ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ചെറിയ തോതിൽ കുവൈറ്റിലും ബഹ്റൈനിലും ഒക്കെ ആക്രമണം ഉണ്ടാകുന്നു എന്ന് കണ്ടപ്പോഴും അത് ഒരുപക്ഷെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് മുമ്പുണ്ടായ ആക്രമണമായിരിക്കും. അതിന്റെ വിവരങ്ങൾ പിന്നീട് പുറത്തു വന്നതാണെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ കുവൈറ്റ് യഥാർത്ഥ സാഹചര്യം വെളിവാക്കിയതോടുകൂടിയാണ്, അത് വ്യക്തമാക്കിയതോടുകൂടിയാണ് ഇപ്പോഴും ഇറാൻ ആക്രമണം തുടരുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നത്. അത് പ്രധാനമായിട്ടും ഈ ലെബനോൻ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെ കുവൈറ്റ് കേന്ദ്രീകരിച്ചിരുന്ന വലിയ ആക്രമണമാണ് ഈ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. 28 ഡ്രോണുകളാണ് ഇന്ന് മാത്രം തകർത്തത് എന്ന് ഇറാന്റെ പ്രതിരോധ വകുപ്പ് അറിയിക്കുന്നു. അത് മാത്രമല്ല ഈ എണ്ണ കേന്ദ്രങ്ങൾ, ഒപ്പം തന്നെ കടൽവെള്ള ശുചീകരണശാലകൾ, ഒപ്പം പവർ സ്റ്റേഷനുകൾ, ഇത് മൂന്നും കേന്ദ്രീകരിച്ചു കൂടിയാണ് ആക്രമണം നടന്നത് എന്ന് പറയുമ്പോൾ ആ ആക്രമണത്തിന്റെ വ്യാപ്തി, അതിന്റെ തോത്, അതിന്റെ തീവ്രത, അതെന്താണ് ലക്ഷ്യമിടുന്നത് എന്നുള്ളത് വ്യക്തമാകും. അപ്പോൾ ആ നിലയ്ക്ക് കാര്യമായ ആക്രമണം തന്നെ, ഒരു സമ്മർദ്ദ തന്ത്രം എന്നുള്ള രീതിയിൽ ഏതെങ്കിലും നിലയ്ക്കൊരു ആക്രമണം നടത്തുകയല്ല, പക്ഷേ കൃത്യമായ ലക്ഷ്യമിട്ടുകൊണ്ട് നേരത്തെ ഇന്നലെ വരെ എങ്ങനെയായിരുന്നു അതേ തോതിൽ തന്നെയുള്ള ആക്രമണമാണ് കുവൈറ്റിൽ നടന്നത്. ഒപ്പം തന്നെ സൗദി ഇന്ന് നേരിട്ടത് ഏതാണ്ട് 9 ഡ്രോണുകളാണ് സൗദി നേരിടേണ്ടി വന്നത്. അപ്പോൾ അതും സൗദി പ്രതിരോധ വകുപ്പ് കൃത്യമായി പറയുന്നുണ്ട്. ഒപ്പം തന്നെ നേരത്തെ ഉണ്ടായ ദിവസങ്ങളിലൊക്കെ ഈ ബഹ്റൈനിൽ സിദ്ര കേന്ദ്രീകരിച്ച് ഒരു ആക്രമണം ഉണ്ടാകുന്നുണ്ടായിരുന്നു. ആ സിദ്ര കേന്ദ്രീകരിച്ച് ഇന്നും ആക്രമണം ഉണ്ടായിരിക്കുന്നു. അതും പതിവ് പോലെ അതേ ശൈലിയിൽ തുടർന്നു. UAE-യിലൊക്കെ ഉച്ചയ്ക്ക് അലേർട്ട് വന്നപ്പോഴാണ് ശരിക്കും എന്താണ് സീസ് ഫയർ കൊണ്ട് നടക്കുന്നത്, അതിനെന്തെങ്കിലും പ്രസക്തിയുണ്ടോ, കാര്യമായി പ്രാവർത്തികമാകുന്നോ, ഇതിന്റെ ഒക്കെയും ഒരു ചർച്ച വന്നത് ശരിക്കും UAE-യിൽ പിന്നീട് ആക്രമണം ഉണ്ടായപ്പോഴാണ്. എന്തായാലും ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഉടനീളം ആക്രമണം നടക്കുന്നുണ്ട്. പക്ഷേ ഓരോ രാജ്യങ്ങളുടെയും ഭരണാധികാരികൾ ഈ വെടിനിർത്തൽ പ്രഖ്യാപനത്തിനെ സ്വാഗതം ചെയ്ത് രംഗത്ത് വന്നിട്ടുമുണ്ട്.